നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പുതിയൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. എങ്കിലും നമ്മുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഇത് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2-3 മാസക്കാലം ആയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി ഉപയോഗിച്ച് അതിൻ്റെ ഗുണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വാങ്ങുമ്പോൾ ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടായിരുന്നു. 3 എണ്ണം. ഇപ്പോൾ ഇതിൽ 2 എണ്ണം ഉള്ളൂ. കാരണം ഒരെണ്ണം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉപയോഗമാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം നമ്മുടെ വീടുകളിൽ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗ്യാസ് ലാഭിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്ന പാത്രങ്ങൾ സുരക്ഷിതമായി ഇരിക്കുക, തട്ടിമറിയാതെ താഴെ വീഴാതെ ഗ്യാസ് ലാഭിക്കുന്ന ഒരു ചെറിയൊരു ഉപകരണം. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ അടുക്കളയിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റവ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഉപകരണം. അതുപോലത്തെ 2 എണ്ണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വെക്കണമെന്നല്ലേ, ഈ സ്റ്റവിൻ്റെ മുകളിൽ ഇതുപോലെ ഈ കാലുണ്ടല്ലോ, ഈ കാലുമേ കണ്ടോ, ഇങ്ങനെ വെക്കുക. ഇത് 3 ബർണറിൻ്റെ സ്റ്റവാണ്. സെറ്റായി. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, സ്റ്റൗ ഞാൻ കത്തിക്കാൻ പോവാണ്. അവിടെ സ്റ്റവ് കത്തിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ പോവാണ് ഞാൻ. പരമാവധി നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വാവട്ടമുള്ള പാത്രങ്ങളാണെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ കഴിയും. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇനി ഗ്യാസ് പുറത്തേക്ക് പോകില്ല. മൂട് കൂർത്തിട്ടുള്ള പാത്രങ്ങൾ പരമാവധി ഗ്യാസിൻ്റെ അടുപ്പിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലത്തെ ഇപ്പോൾ ഇതൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് അടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയും. ഈ പാത്രം ഒരു കാരണവശാലും തട്ടിമറിഞ്ഞ് താഴെ പോവുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം നമുക്ക് വളരെ എളുപ്പത്തിൽ പാകം ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഇനി ഉപകരണം ഗ്യാസിൻ്റെ സ്റ്റൗമ്മ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കിക്കോ. കണ്ടോ,
വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഘടിപ്പിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് പാത്രം കയറ്റി വയ്ക്കാം. പാത്രം ഒന്ന് കയറ്റി വെച്ച് ഇതുപോലുള്ള പാത്രങ്ങളിൽ വെക്കുമ്പോൾ ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ പാത്രം മറിഞ്ഞു വീഴുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ വന്ന് പാത്രത്തിൽ തൊട്ട് മറിഞ്ഞു വീഴുക അങ്ങനെയുള്ള ഇതുകളൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെറിയ ബർണറിലാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ചെറിയ ബർണറിൽ ഉപയോഗിക്കുമ്പോൾ ആ ബർണറിൽ മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. തൊട്ടപ്പുറത്തെ ബർണറിൽ ചിലപ്പോൾ വെക്കാനായിട്ട് പറ്റില്ല. കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല തോന്നുന്നു. ആ കറക്റ്റായി. ഞാൻ എൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ചെറുത് വെക്കുമ്പോൾ നമുക്ക് അത്രയും ചെറിയ പാത്രങ്ങളിൽ പരമാവധി പാചകം ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താ നമുക്കുണ്ടാവുക, വെറുതെ ഗ്യാസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഇതിൽ ഗ്യാസ് വെറുതെ പാഴായി പോകും. കാണിച്ചു കൊടുത്തേ. ഗ്യാസ് പുറത്തേക്ക് പാഴായി പോവുക. അപ്പം നമ്മൾ കുറച്ചും കൂടി വലിയ പാത്രം വെച്ച് ഈ വലിയ പാത്രം വെക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കൃത്യമായ അളവിലുള്ള ചൂട് നമുക്ക് കിട്ടും. പാത്രം മറിഞ്ഞു വീഴില്ല, ഗ്യാസ് നമുക്ക് അനാവശ്യമായിട്ട് നഷ്ടപ്പെടില്ല. ഇതാണ് ഈ സാധനം കൊണ്ട് നമുക്കുള്ള ഉപയോഗം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് 3 അടുപ്പിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. മൂന്നടുപ്പിലും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും. നടുവിലത്തെ അടുപ്പിൽ ഇപ്പോൾ 3 ബർണറിൻ്റെ അടുപ്പാണ് എന്നുണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടി വരും. മറ്റേത് നമുക്ക് 2 അടുപ്പും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇത് വളരെ പ്രയോജനമുള്ളൊരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഗ്യാസ് ഒരുപാട് ഉപയോഗശൂന്യമാകാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഗ്യാസിന് ഇപ്പോൾ എത്ര 860 രൂപയോ അതുകൊണ്ടാണ് ഒരു സിലിണ്ടറിന് വില വരുന്നത്. അത് നമ്മൾ 1.5 മാസം ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ 2 മാസമോ 2.5 മാസമോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. സജീവൻ സൈനിങ് ഔട്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കണ്ടോ?